എത്രാമത്തെ തവണത്തെ IFFKക്കാണ് വരുന്നത്? എൻ്റെ ഇത് രണ്ടാമത്തെ തവണയാണ്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഡെലിഗേറ്റ് ഒന്നുമല്ല. കാര്യം എൻ്റെ വർക്ക് ഷെഡ്യൂൾ വരുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജാനകിയുടെ അബിയുടെ വീടിൻ്റെ ഷെഡ്യൂൾ 15 to 30. അപ്പം ഇപ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് വീഡിയോ വരാമെന്നുള്ളതുകൊണ്ട് ഒന്നും എഴുതില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു കണക്ഷൻ ടീമുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടും എനിക്ക്. അങ്ങനെ എല്ലാവരെയും കാണാമെന്നുള്ള ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ എനിക്കിപ്പം 19th ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ഇന്നും നാളെയും കൂടെ ഉണ്ടാവും. കഴിഞ്ഞ് പോകും. 18 ജോയിൻ ചെയ്യാൻ. ഇപ്പം നിലവിൽ ഈ സീരിയലാണ്. ഇപ്പം നിലവിൽ ജാനകിയുടെ അബിയുടെ വീട് ഏഷ്യയിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് മുതൽ ടൈം മാറ്റിയാണ്. രാത്രി 9 എന്നുള്ളത് രാത്രി 10 ഏഷ്യയിൽ. ഇപ്പോൾ കാര്യം പുതിയൊരു ഫീൽ അവിടെ വരുന്നത് പവിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ സീരിയൽ 10 ഇതുവരെ എത്ര സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്? സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണെങ്കിൽ കൗണ്ട് ചെയ്യേണ്ടി വരും. സിനിമയിലേക്ക് എന്തായാലും ഒരു 15-16 സീരിയലോളം ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് പോകുന്നുണ്ടോ? സിനിമ ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നു. നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ആയിരുന്നു. 2019 ചെയ്ത മൂവി. പക്ഷേ അത് 2020 ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പം റിലീസ് ചെയ്തു. പക്ഷേ വലുതായിട്ട് അങ്ങനെ ഇതായിട്ടില്ല. ഒരു ഒറ്റ മൂവി ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ട്. അതിലൊരിക്കലൊരു കോൾ വന്നിട്ടുമുണ്ടായിരുന്നു. സെക്കൻഡ് സീസണിലായിരുന്നു. പോയി സമയം ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ഈ എല്ലാ വർഷവും സീരിയൽ ടീംസിൻ്റെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടൂർണമെൻറ്റ് കളിച്ച് വയ്യാതെ പനി ആ ഒരു സിറ്റുവേഷൻ. ആ ടൈമിൽ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പോയി അറ്റൻഡ് ചെയ്തു. വയ്യാത്തതുകൊണ്ട് ഇരിക്കാൻ ഒരു ഷുഗർട്ടി ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പോയി. പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല. കാര്യം ഇപ്പം ലൈവായിട്ട് ഇപ്പം ലൈവ് വർക്ക്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു വർക്ക് ഒന്ന് പാതി വഴിക്ക് ഇറങ്ങി പോകുന്നത് ശരിയില്ല. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം ബാക്കി എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യണം തോന്നിയാൽ അതിലോട്ട് പോകും. സഹോദരനും സീരിയൽ നടൻ തന്നെയാണ്. അതിപ്പം റീസെൻ്റായിട്ട് മാളിക പോകാം. മാളിക പോകും. അഭിനയം തന്നെ ആയിരിക്കും കരിയർ ഇനി മുന്നോട്ട് പോകുന്നത്? കരിയർ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഇതിനായിരിക്കണം കരിയർ എന്നൊരു ആഗ്രഹമുണ്ട്. സെയിം കോമ്പറ്റീഷൻ ഡേ ബൈ ഡേ ഓരോരോ നമുക്ക് ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഓരോരോ ആഗ്രഹമുണ്ട്. എല്ലാവരും കഴിവുള്ള എന്നെക്കാൾ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തു വരും. ഒരു വരുമ്പോൾ ഞാൻ സ്വാഭാവികം. അഭിനയത്തിന് മുമ്പ് എന്തായിരുന്നു? ഇതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും, അതായത് ഇതിൻ്റെ പാഷനായിരുന്നു. അഭിനയം എന്ന് പറയുന്ന പാഷൻ. അതേ സെയിം ടൈം ഞാൻ പഠിച്ചത് മറൈൻ മെക്കാനിക്കലായിരുന്നു. പക്ഷേ ആ ഒരു ഫീൽഡിലോട്ട് പോകാതെ ഞാനിവിടെ ഒരു മൈക്രോസോഫ്റ്റ് മൊബൈൽ ഫീൽഡിലോട്ട് ഞാൻ അങ്ങോട്ട് കയറി. അവിടെ നിന്നാണ് സെയിൽസും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നപ്പോൾ? പഠിക്കുന്ന സമയത്ത് പോകുന്നതിനെ പറ്റി അവർക്ക് താല്പര്യമില്ലായിരുന്നു. പഠിച്ച് നല്ലൊരു ഇതായതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട്. ഇപ്പം കുഴപ്പമില്ല, ഓക്കെ. മുമ്പും കുഴപ്പമുള്ളതല്ല, ഒരു മോഡറേറ്റ് സപ്പോർട്ടായിരുന്നു. അനിയനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ? അനിയനെ അവന് കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താ പറയുക എളുപ്പം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ, പിന്നെ എന്നെ പോലെയല്ല, കുറച്ചും കൂടെ കണക്ഷൻസ് അവന് കുറച്ചും കൂടി.